ഇതിലെനിക്ക് ഏറ്റവും പേടിയിട്ടായിരുന്ന കഥാപാത്രമായിരുന്നു മമിത. കാരണം വേറെ ഒന്നുമല്ല, മമിത ചെയ്യുന്നത് ഭഗവന്ത് കേസരിയിൽ ശ്രീകിലിയെ ചെയ്ത് വെറുപ്പിച്ച് ഓവറാക്കി ചളമാക്കി വെറുപ്പിച്ച് കൈ തന്ന ആ ഒരു റോള് തന്നെയാണ് മമിത ചെയ്യുന്നത്. പക്ഷെ പറയാണ്ട് വയ്യ, എക്സ്പെക്റ്റേഷൻസ് എല്ലാം പൊളിച്ചെഴുതി മമിത നല്ല ഡീസൻ്റായിട്ട് മെച്ചോർഡായിട്ട് അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ക്യൂട്ട്നെസ് ആരും ഇതിൽ വെറുപ്പിക്കാതെ നല്ല രീതിയിൽ തളപതി വിജയായിട്ടുള്ള കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴേക്കും ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര സ്പോയിലർ കണ്ടന്റ് ഒന്നും അല്ലെങ്കിൽ പോലും ഈ സിനിമയുടെ പോക്കനുസരിച്ച് നമുക്ക് മനസ്സിലാവും ക്ലൈമാക്സ് എങ്ങോട്ടാണ് എത്തുന്നത്. അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്ത രീതി, ഇവർ തമ്മിലുള്ളൊരു കിടിലനൊരു കോമ്പിനേഷൻ ഫൈറ്റ് സീൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മമിതേനൊരു സൂപ്പർ ഗേളായിട്ട് കാണാൻ പറ്റി. കിടിലൻ ആറ്റിറ്റ്യൂഡ്, നല്ല സ്വാഗ്, ഫൈറ്റ് സീക്വൻസ് ഒക്കെ രണ്ടുപേരും നല്ല പൊളിച്ചടക്കിയിട്ടുണ്ട്. കേസരി എന്ന സിനിമയെ റീമേക്ക് ചെയ്തൊരു 10 ഇരട്ടി ബെറ്റർ ആക്കി വിജയുടെ ഫാൻസിന് ഒരു കിടിലൊരു ഫാൻ സർവീസ് ഒരുക്കി നല്ലൊരു പെർഫോമൻസോട് കൂടി മമിതയുടെ കാര്യം എടുത്ത് പറയണം. ഒരു മാസത്തിൽ മമിതയുടെ 3 പടങ്ങളാണ്. ഈ സിനിമ ജനനായകൻ സിനിമ ഇറങ്ങാനുണ്ട്, ഇനി വിശ്വനാഥൻ സൺസ് ഇറങ്ങാനുണ്ട് സൂര്യയുടെ ഹീറോയിനായിട്ട്, പിന്നെ വരാനുള്ളത് നമ്മുടെ ബെത്ലഹേം കുടുംബമുണ്ട്. അപ്പോൾ ഒരു മാസത്തിൽ 3 വലിയ പ്രൊജക്റ്റാണ് മമ്മിയുടെ ഭാഗത്ത്. അപ്പോൾ ഇതിലെല്ലാം കിടലാണ്ട് ചെയ്യട്ടെ, കാരണം ഇതിൽ ഗംഭീരമായിട്ട് മമിത ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ പെർഫോമൻസും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പൂജ ഹെഗ്ഡെക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല.